കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൈത്തണിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഇമേജസ് എന്ന് പറയുന്നൊരു മോഡ്യൂൾ പരിചയപ്പെട്ടു. അതിനകത്ത് കുറച്ച് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉള്ളതിനെക്കുറിച്ചൊക്കെ കണ്ടു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമേജിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ആ ഇമേജിനകത്ത് കുറച്ച് പ്രോസസ്സിങ് ഒക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇമേജ് പ്രോസസ്സിങ് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ അൽഗോരിതം എങ്ങനെയാണ്, അതിൻ്റെ എന്തൊക്കെ സ്റ്റെപ്സാണ് അതിൽ പെർഫോം ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇമേജ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു 2 ഡയമെൻഷണൽ ഗ്രിഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, 2 ഡയമെൻഷണൽ ഗ്രിഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ മെട്രിക്സ്. ഒരു മെട്രിക്സ് ഫോമാറ്റിലായിരിക്കും നമ്മൾ ഏതൊരു ഇമേജ് എടുത്താലും അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അപ്പം ഇറ്റ് വിൽ കൺസിസ്റ്റ് ഓഫ് റോസ് ആൻഡ് കോളംസ്, റോസും കോളംസും ചേർന്നിട്ട്. അപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ പിക്സൽ, ഓക്കെ, ഇതിനകത്ത് ഓരോ പിക്സലും ആ മെട്രിക്സിൻ്റെ എലമെൻ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ ഓരോ പിക്സലിനെയും നമ്മൾ ആക്സസ് ചെയ്യുന്നത് റോ ആൻഡ് കോളം പൊസിഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു പിക്സൽ എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളമാണ്. അപ്പോൾ അതിന് XY പൊസിഷൻ എന്ന് പറയുന്നത് 1,2. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ അതിലെ ഓരോ പിക്സൽസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ ഓരോ പിക്സൽസിനെയും നമുക്കപ്പം ട്രാവേഴ്സ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ മിക്കപ്പോഴും ഇമേജ് പ്രോസസ്സിംഗ് മെത്തേഡ്സ് എല്ലാം വരുമ്പോൾ തന്നെ ആ ഇമേജിനകത്തുള്ള എല്ലാ പിക്സൽസിലും നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഫുൾ എല്ലാ പിക്സൽസിലേക്കൂടെയും നമ്മൾ അതിനെ ട്രാവേഴ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ട്രാവേഴ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നെസ്റ്റഡ് ആയിട്ടുള്ള ഒരു ലൂപ്പ് സ്ട്രക്ചർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് നമുക്കറിയാം, നമ്മൾ നോർമലി മെട്രിക്സ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മെട്രിക്സിൽ നമ്മൾ നെസ്റ്റഡ് ആയിട്ടുള്ള 2 ലൂപ്സാണ് യൂസ് ചെയ്യുന്നത്. സെയിം അതുപോലെ തന്നെയാണ് നമ്മളിവിടെ ഇമേജസിൻ്റെ അകത്തുള്ള പിക്സൽസിനെ ആക്സസ് ചെയ്യാനും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഒരു വിഡ്ത്ത് 2ഉം ഹൈറ്റ് 3ഉം ആയിട്ടുള്ള ഒരു ഇമേജ് ഗ്രിഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിലേക്ക് ട്രാവേഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും. y ഇൻ റേഞ്ച് ഹൈറ്റ്, ഓക്കെ, ഹൈറ്റ് വരുന്നത് വരെ 0 മുതൽ ഹൈറ്റ് -1 വരുന്നത് വരെ ഈ റേഞ്ച് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ x എന്ന് പറയുന്നത് 0 മുതൽ വിഡ്ത്ത് -1 വരുന്ന വരെയുള്ള റേഞ്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മൾ എക്സും വൈയും പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 0 1 0 0 1 1 1 0 2 1 2 ഈ ഒരു രീതിയിൽ. ഇതിപ്പം നമ്മൾ ശരിക്കും താഴേക്കുള്ള പ്രോസസ്സിംഗ് ആണ് ചെയ്തിരിക്കുന്നത് കോളം മേജർ ഓർഡറിൽ. അപ്പോൾ ഇത് റോ മേജർ ഓർഡറായിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, മുകളിൽ എക്സിൻ്റെ ലൂപ്പും താഴെ വൈയുടെ ലൂപ്പും കൊടുത്താൽ മതി. അതാണ് നമ്മൾ സാധാരണ മെട്രിക്സിലൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പ്രോസസ്സിങ് ചെയ്യാം. അത് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചായിരിക്കും നമ്മളത് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയായാലും നമ്മളൊരു നെസ്റ്റഡ് ലൂപ്പ് സ്ട്രക്ചർ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഒരു ഇമേജിൻ്റെ എല്ലാ പിക്സൽസിലൂടെയും ട്രാവേഴ്സ് ചെയ്യുന്നത്. മിക്കപ്പോഴും ഉള്ള ഇമേജ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ നമ്മൾ ആ ഇമേജിനകത്തുള്ള എല്ലാ പിക്സൽസിലും ട്രാവേഴ്സ് ചെയ്ത് ആ എല്ലാ പിക്സൽസിലും മോഡിഫിക്കേഷൻ നടത്തുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ആയിരിക്കും. സോ ഇപ്പം ഒരു ബ്ലാങ്ക് ഇമേജിനെ റെഡ് വെച്ച് ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ലൂപ്പ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു ബ്ലാങ്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഇവിടെ ഇമേജ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് 150 by 150 സൈസിൽ. അപ്പോൾ വിഡ്ത്തും ഹൈറ്റും എന്ത് തന്നെയാണ് 150 × 150 തന്നെയാണ്. സോ അപ്പോൾ അതാണ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി വൈയുടെ റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ അതിൻ്റെ ഹൈറ്റ് എത്തുന്നത് വരെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് 150 ആണെന്ന് അറിയാം. ഇൻ കേസ് നമ്മളിപ്പോൾ ഒരു ഇമേജ് ലോഡ് ചെയ്തെടുത്തിട്ട് അതിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗെറ്റ് ഹൈറ്റും ഗെറ്റ് വിഡ്ത്തും കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമേജിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ നമുക്ക് ഗെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് അത്രയും റേഞ്ച് വരെ നമുക്ക് ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് y എന്ന് പറയുന്നത് ട്രാവേഴ്സ് ചെയ്യുന്ന 0 മുതൽ ആ ഹൈറ്റ് -1 എത്തുന്നത് വരെയും x എന്ന് പറയുന്നത് വിഡ്ത്ത് -1 എത്തുന്നത് വരെ ആയിരിക്കും. എന്നിട്ട് നമുക്ക് എന്താണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്, ആ ഓരോ പിക്സലായിട്ട് എടുത്തിട്ട് അതിനെ റെഡ് വെച്ച് ഫില്ല് ചെയ്യണം. അപ്പോൾ റെഡിൻ്റെ പിക്സൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RGB ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ R ഏറ്റവും കൂടുതൽ 255, G ഇല്ല 0, B ഇല്ല 0, അതാണ് നമ്മുടെ റെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ അപ്പോൾ ആ ഒരു XY പൊസിഷൻ, സോ ഈച്ച് XY പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ റെഡ് വാല്യൂ
അപ്ലൈ ചെയ്ത് കൊടുക്കും. സോ സെറ്റ് പിക്സൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ XY പൊസിഷനിലുള്ള പിക്സൽ വാല്യൂ എന്തായിട്ട് മാറും? ഈ ഒരു റെഡ് കളറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള RGB വാല്യൂ ആയിട്ട് സെറ്റ് ആവും. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ ഇപ്പം ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഇമേജാണ്, അല്ല ഇവിടെ ഇപ്പോൾ സ്ക്വയർ ഇമേജാണ്, 150x150യുടെ സ്ക്വയർ ഇമേജാണ് അപ്പോൾ വരുന്നത്. അപ്പോൾ ഓരോരോ പിക്സലായിട്ട് നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്നു, ഓരോ പിക്സലിലും ചെന്നിട്ട് അതിനെ റെഡാക്കി മാറ്റുന്നു. അപ്പോൾ അവസാനം നമ്മൾ ഈ ഇമേജ് ഡോട്ട് ഷോ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡ്രോ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് കിട്ടുന്ന ആ ഒരു ഇമേജ് എന്ന് പറയുന്നത് റെഡായിരിക്കും, ഫുള്ളി റെഡായിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ അടുത്ത ഒരു ഇമേജ് പ്രോസസ്സിങ് ആണ്. നമുക്ക് കളർ ഇമേജസ് ആണ് നമ്മൾ നോർമലി കൂടുതലും യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് ചില കേസസിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ കൺവേർഷൻ പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കൺവേർഷൻ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബിഹൈൻഡ് ആയിട്ടുള്ള അൽഗോരിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ പിക്സൽ വാല്യൂ എടുക്കും, RGB വാല്യൂ നമ്മൾ പിക്സൽ വാല്യൂ എടുത്തതിന് ശേഷം ആ Rഉം Gയും Bയും തമ്മിലുള്ള ആവറേജ് എടുക്കും. ഓക്കെ, ഇപ്പോൾ റെഡ്, ഗ്രീൻ, ബ്ലൂ കമ്പോണൻസിൻ്റെ ആവറേജ് എടുക്കും. ആ കിട്ടുന്ന ആവറേജ് 128 ലെസ് ആണെങ്കിൽ നമ്മൾ അതിനെ ബ്ലാക്ക് പിക്സലായിട്ട് സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ വൈറ്റ് പിക്സലായിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് എന്ന് പറയുമ്പോഴത്തേനും ബ്ലാക്കും വൈറ്റും പിക്സൽസ് മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉള്ള നമ്മുടെ ഈ ഒറിജിനൽ ഇമേജസ് ഉണ്ട്. ഈ ഒറിജിനൽ ഇമേജിൽ നമുക്ക് 256 കളേഴ്സാണ് മെയിനായിട്ടും വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് 0 to 255 വരെയുള്ള റേഞ്ചസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 256 കളേഴ്സ് ചേർന്നിട്ടുള്ള ഇതായിരിക്കും ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആവറേജ് എടുക്കും. ഓരോ പിക്സലിലും റെഡ്, ഗ്രീൻ, ബ്ലൂ ഈ 3 കമ്പോണൻറ്റും 256 ഷെയ്ഡ്സ് വീതം ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം നമ്മൾ ആവറേജ് എടുക്കുകയാണ്. ആവറേജ് എടുത്തിട്ട് ആ ആവറേജ് പകുതിയേക്കാളും കുറവാണെങ്കിൽ നമ്മൾ ആ പിക്സലിനെ ബ്ലാക്കായിട്ട് സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ വൈറ്റായിട്ട് സെറ്റ് ചെയ്യും. ഇതാണ് ശരിക്കും നമ്മുടെ അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പോൾ പ്രോഗ്രാമായിട്ട് എഴുതിയിരിക്കുന്നത് നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഇത്രയും കാര്യമായിട്ട് എഴുതണമെന്നൊന്നുമില്ല. നിങ്ങൾ കറക്റ്റ് കാര്യം മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട് പ്രോഗ്രാം എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, ഞാനിപ്പം വേണമെങ്കിൽ ഈ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇവിടെ ഇപ്പോൾ ആദ്യം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുവാണ്. ഏതാണ്? ഇമേജസ് എന്ന് പറയുന്ന മൊഡ്യൂളിനകത്തുനിന്ന് ഇമേജ് എന്ന് പറയുന്ന ക്ലാസ്സിനെ നമ്മൾ ഇമ്പോർട്ട് എടുത്തതിന് ശേഷം ഇവിടെ ഒരു മെയിൻ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. മെയിൻ ഫംഗ്ഷനിലേക്ക് നമുക്ക് ഏത് ഇമേജാണോ നമുക്ക് മോഡിഫൈ ചെയ്യാനുള്ളത് ആ ഇമേജിൻ്റെ ഫയൽ നെയിം നമ്മളിവിടെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഫയൽ നെയിം ഈക്വൽ ടു smoky.gif എന്ന് പറയുന്നത് ഇതാണ് ആ ഫയലിൻ്റെ പേര്. എന്നിട്ട് ആ ഇമേജിനെ നമ്മൾ ഓപ്പൺ ആക്കുകയാണ്. സോ ഇമേജ് ഈക്വൽ ടു ഇമേജ് ഓഫ് ഫയൽ നെയിം. അപ്പോൾ പുതിയൊരു ഇമേജ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആവുന്നു. ആ ക്രിയേറ്റ് ആവുന്ന ഇമേജ് ഇൻസ്റ്റൻസിൽ ഈ പറഞ്ഞിരിക്കുന്ന ഫയൽ നെയിമിലുള്ള ഫയൽ റീഡ് ചെയ്ത് നമ്മൾ ഇമേജ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിലേക്ക് ലോഡ് ചെയ്തു. ഓക്കെ, ദെൻ അതിന് ശേഷം ആ ഇമേജിനെ പ്രിൻ്റ് ചെയ്ത് കാണിച്ചു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ ഇവിടെ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൺവേർഷന് വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ എഴുതിയിരിക്കണം. ആ ഫംഗ്ഷനിലേക്ക് ഈ ഇമേജിനെ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫംഗ്ഷനകത്ത് നമ്മൾ എഴുതിയിരിക്കുന്നത് ഇവിടെ ജസ്റ്റ് ബ്ലാക്ക് പിക്സലിനെയും വൈറ്റ് പിക്സലിനെയും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ടപ്പിളായിട്ട് റെപ്രസെൻറ്റേഷൻ ചെയ്തിരിക്കുകയാണ്. RGB കമ്പോണൻസ് യൂസ് ചെയ്ത്. സോ ബ്ലാക്ക് എന്ന് പറയുമ്പോഴത്തേനും റെഡും ഗ്രീനും ബ്ലൂവും ആബ്സെൻ്റ് ആണ്. സോ 0 0 0. വൈറ്റ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം തന്നെ ഏറ്റവും കൂടി നിൽക്കുന്നത്. സോ 255 255 255 ഇങ്ങനെയാണ് നമ്മൾ ബ്ലാക്ക് പിക്സലും വൈറ്റ് പിക്സലും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോരോ പിക്സൽസായിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നെസ്റ്റഡ് ലൂപ്പ് സ്ട്രക്ചർ യൂസ് ചെയ്ത് അതിനെ ട്രാവേഴ്സ് ചെയ്യണം. സോ അപ്പം വൈയുടെ റേഞ്ച് എന്ന് പറയുന്നത് 0 to get height വരെയും എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to get width വരെയും നമ്മൾ പോകുന്നു. ദെൻ ആ ഓരോ RGB വാല്യൂസിനെ ഗെറ്റ് പിക്സൽ യൂസ് ചെയ്ത് XY പൊസിഷനിലുള്ള ഓരോ വാല്യൂവിനെയും നമ്മൾ RGB വാല്യൂസായിട്ട് എടുക്കുന്നു. ദെൻ അതിൻ്റെ ആവറേജ് എടുക്കുന്നു. ആവറേജ് കണ്ടതിന് ശേഷം ആവറേജ് ലെസ് ദാൻ 128 ആണെങ്കിൽ ആ പെർട്ടിക്കുലർ XY പൊസിഷനിലുള്ള പിക്സലിനെ നമ്മൾ ബ്ലാക്ക് പിക്സലായിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾ ഇവിടെ ഇപ്പം നമ്മൾ വേരിയബിളായിട്ട് ഡിഫൈൻ ചെയ്തതിന് ശേഷം ടപ്പിൾ വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ട് ആ ടപ്പിൾ വേരിയബിൾ തന്നെ ഇവിടെ ഡയറക്റ്റ് കൊടുത്തിരിക്കുന്നു. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ 0 0 0 എന്ന് കൊടുക്കാം. ഇവിടെ 255 255 255 എന്ന് കൊടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇവിടെ ചെയ്യുന്നത്. ദെൻ അതിനുശേഷം
ആ ഇമേജിനെ പ്രിൻ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ത്രെഷോൾഡിനേക്കാളും കൂടുതൽ, അതായത് ഈ 128-നേക്കാളും ആവറേജ് കുറഞ്ഞാണ് വരുന്നതെങ്കിൽ ആ ഭാഗം മുഴുവനും എന്തായി മാറും, വൈറ്റായിട്ട് മാറും. അതേസമയം ആവറേജിനേക്കാളും കൂടി നിൽക്കുവാണെങ്കിൽ ആ പോർഷനെല്ലാം എന്തായി മാറും, നമ്മുടെ ബ്ലാക്ക് പിക്സലായിട്ട് മാറും. അങ്ങനെയാണ് നമ്മളിവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇനി ഈ മെയിൻ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നത്. ഇഫ് നെയിം ഈക്വൽ ഇവിടെ ഡബിൾ അണ്ടർസ്കോർ ആണ് വരുന്നത്. ഡബിൾ അണ്ടർസ്കോർ നെയിം ഈക്വൽ ഡബിൾ അണ്ടർസ്കോർ മെയിൻ എന്നാണെങ്കിൽ മെയിൻ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ആക്ച്വലി പൈത്തൺ വെർച്വൽ മെഷീനിൽ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഈ ഒരു കോഡ് കൊടുത്താലും ഇല്ലെങ്കിലും അത് മെയിൻ ഫംഗ്ഷനെ കോൾ ചെയ്ത് അതിനകത്ത് എക്സിക്യൂഷൻ നടത്തും. ഓക്കെ, നമ്മൾ മെയിൻ ഫംഗ്ഷനായിട്ട് തന്നെ എഴുതണമെന്നൊന്നുമില്ല. നമ്മൾ ഇതിന് മുമ്പ് എഴുതിയ പ്രോഗ്രാമിലൊന്നും മെയിൻ ഫംഗ്ഷൻ എഴുതിയില്ലല്ലോ. അപ്പോൾ അത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആ രീതിയിൽ. ഇപ്പോൾ എനിവേ ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ കേസിൽ നമുക്ക് മെയിനായിട്ട് ആൽഗോരിതമാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഇപ്പം ഇതിൽ മനസ്സിലാക്കേണ്ടത് കളർ ഇമേജിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഓരോ പിക്സലായിട്ട് എടുക്കുക. ആ ഓരോ പിക്സലിൻ്റെ RGB വാല്യൂവിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. ആവറേജ് എന്ന് പറയുന്നത് ലെസ് ദാൻ 128 ആണെങ്കിൽ ആ പർട്ടിക്കുലർ പിക്സലിനെ ബ്ലാക്കായിട്ട് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ വൈറ്റായിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് അതിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതുപോലെ തന്നെ കളർ ഇമേജിനെ ഗ്രേ സ്കെയിൽ ഇമേജായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ കണ്ടതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്കും വൈറ്റും പിക്സൽസ് മാത്രമുള്ളതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത്. അതേസമയം ഗ്രേ സ്കെയിൽ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്കും വൈറ്റും പിക്സൽസ് തന്നെയല്ല, ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും കോമ്പിനേഷൻസ് വരുന്നുണ്ട്. ഗ്രേയിഷ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഷെയ്ഡ്സൊക്കെ ഇതിനകത്ത് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. സോ നമ്മുടെ ഹ്യൂമൻ ഐ എന്ന് പറയുന്നത് എപ്പോഴും ബ്ലൂവിനേക്കാളും റെഡിനോടായിരിക്കും കൂടുതൽ സെൻസിറ്റീവ് വരുന്നത്. അതുകൊണ്ട് തന്നെ സൈക്കോളജിസ്റ്റ് ഓരോ കളേഴ്സിന് നമ്മളൊരു റിലേറ്റീവ് പ്രൊപ്പോസിഷൻസ് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്. ആ റിലേറ്റീവ് പ്രൊപ്പോസിഷൻസിൻ്റെ RGB വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലേറ്റീവ് പ്രൊപ്പോസിഷൻസാണ് 0.299 റെഡിനും 0.587 ഗ്രീനിനും 0.114 ബ്ലൂവിനും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രേ സ്കെയിൽ ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പിക്സൽ വാല്യൂവിനകത്തുനിന്നും RGB വാല്യൂസ് ആദ്യം റീഡ് ചെയ്തതിന് ശേഷം ആ ഓരോ കമ്പോണൻറ്റിനെയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലേറ്റീവ് പ്രൊപ്പോസിഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ അപ്പോൾ ഇവിടെ ആറിൻ്റെ കൂടെ R ഇൻറ്റു 0.299, G ഇൻറ്റു 0.587, B ഇൻറ്റു 0.114 ആയിട്ട് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടി സമ്മാണ് നമ്മൾ ലുമിനസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഈ ലുമിനസ് വാല്യൂ ആയിരിക്കും നമ്മൾ ആ ഒരു പർട്ടിക്കുലർ XY പിക്സലിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്ത് പറ്റുന്നത്, ഇതിനെ കളർ ഇമേജിനെ ഗ്രേ സ്കെയിൽ ഇമേജായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫംഗ്ഷനകത്ത് ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പിക്സൽ ബൈ പിക്സൽ ട്രാവേഴ്സ് ചെയ്യുന്നു. ട്രാവേഴ്സ് ചെയ്തതിന് ശേഷം ഈ RGB വാല്യൂസ് ഗെറ്റ് പിക്സൽ യൂസ് ചെയ്ത് ഓരോ പിക്സൽ വാല്യൂസിൻ്റെയും എടുക്കുന്നുണ്ട്. ദെൻ R ഇൻറ്റു 0.299 അതിൻ്റെ റിലേറ്റീവ് പ്രൊപ്പോസിഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ G ഇൻറ്റു 0.587, B ഇൻറ്റു 0.114. ദെൻ അത് ഈ മൂന്ന് കമ്പോണൻസിൻ്റെയും കൂടി സം എടുക്കുന്നു. അതാണ് നമ്മുടെ ലുമിനസ് വാല്യൂ എന്ന് പറയുന്നത്. അതായത് ലുമിനസ് വാല്യൂ എന്ന് പറയുമ്പോഴത്തേന് അതായിരിക്കും നമ്മൾ RGB കമ്പോണൻ്റായിട്ട് ഇനി യൂസ് ചെയ്യാൻ പോകുന്ന വാല്യൂ. ആ വാല്യൂ വെച്ചിട്ട് നമ്മൾ ആ പർട്ടിക്കുലർ പിക്സലിനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കളർ ഇമേജിനെ ഗ്രേ സ്കെയിൽ ഇമേജായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതുപോലെ ഒരു ഇമേജിനെ കോപ്പി ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം നേരത്തെ നമ്മൾ നോർമലി ഇപ്പോൾ ഒരു മെട്രിക്സ് ഒക്കെ എങ്ങനെയാണ് കോപ്പി ചെയ്യുന്നത് നമുക്കറിയാം. ഓരോ എലമെൻ്റായിട്ട് ട്രാവേഴ്സ് ചെയ്യുന്നു. ട്രാവേഴ്സ് ചെയ്തതിന് ശേഷം അത് പുതിയൊരു അറയിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയൊരു മെട്രിക്സിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ആ മെത്തേഡിൽ നമുക്ക് നോർമൽ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഒരു ഇമേജിൻ്റെ കോപ്പി എടുക്കാം. അതല്ലാതെ തന്നെ പൈത്തണിനകത്ത് നമുക്കൊരു ഫംഗ്ഷൻ അവൈലബിൾ ആണ്. ക്ലോൺ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇമേജിനെ ഇമ്പോർട്ട് ചെയ്തെടുത്തു. ദെൻ ഇമേജിൻ്റെ അതായത് smoky.gif എന്ന് പറയുന്ന ആ ഫയലിനെ ഓപ്പൺ ആക്കി നമ്മൾ ഇമേജ് എന്ന് പറയുന്നൊരു
ഒബ്ജക്റ്റിലേക്ക് വെച്ചു. ആ ഇമേജിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. ദെൻ ന്യൂ ഇമേജ് ഈക്വൽ ടു ഇമേജ് ഡോട്ട് ക്ലോൺ ഇതാണ്. സോ അപ്പോൾ ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ ഓൾറെഡി ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിൻ്റെ ഒരു ക്ലോൺ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു, അതിനെ നമ്മൾ ന്യൂ ഇമേജിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. സോ അപ്പം ഇമേജ് ഡോട്ട് ക്ലോൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഗെറ്റ് ദ കോപ്പി ഓഫ് ദ പെർട്ടിക്കുലർ ഓർ ദ ഒറിജിനൽ ഇമേജ്. ദെൻ നമ്മൾ ന്യൂ ഇമേജിനെ ഡ്രോ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി ആയിരിക്കും നമുക്ക് പുതിയൊരു വിൻഡോയിൽ ഓപ്പണായി വരുന്നത്. ദെൻ അതിനുശേഷം ഇവിടെ ഗ്രേസ്കെയിൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുന്നു. ദെൻ അതിനെ പ്രിൻ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും പ്രിൻ്റ് ചെയ്ത് ഇവിടെ കാണിച്ചിരിക്കുന്നു. ഈ ഫംഗ്ഷനെയാണ് ഇവിടെ നമ്മൾ കോൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഇമേജിനെ കോപ്പി ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ആ ഒരു രീതി. ഇനി അടുത്ത് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലറിങ് ഓപ്പറേഷൻ ഉണ്ട്, പിന്നെ എഡ്ജ് ഡിറ്റക്ഷൻ ഉണ്ട്, സൈസ് റിഡക്ഷൻ ഉണ്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ഈ ഇമേജ് പ്രോസസ്സിങ്ങിനകത്ത് വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.